കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതായ കേസിൽ വഴിത്തിരിവ്. ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും മൃതദേഹം സുഹൃത്തുക്കൾ സരോവരം പാർക്കിനടുത്ത് കുഴിച്ചിട്ടെന്നും പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. 2019 മാർച്ചിലാണ് വിജിലിനെ കാണാതാകുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം നടന്നെങ്കിലും തുമ്പുണ്ടായില്ല. പഴയ മിസ്സിംഗ് കേസുകൾ വീണ്ടും പരിശോധിക്കാനുള്ള നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് വിജിൽ തിരോധാന കേസിന്റെ ചുരുളഴിച്ചത്. കാണാതായ വിജിലും 3 സുഹൃത്തുക്കളും ഒരുമിച്ചുണ്ടാകാറുണ്ടെന്ന വിവരം പോലീസിന് കിട്ടി. പിന്നാലെ ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധന കൂടിയായതോടെ അന്വേഷണത്തിൽ വഴിത്തിരിവായി. ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ചത് വിശദീകരിച്ചു. ഇപ്പോൾ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റിഗേഷനോട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തില്ല. ഇത് കൊലപാതകമല്ല, ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. കേസിൽ പിടിയിലായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവർ വിജിലിനൊപ്പം കാണാതായ ദിവസം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കൊപ്പം സംഭവ ദിവസം കൂടെയുണ്ടായിരുന്ന പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലഹരി മരുന്ന് ഉപയോഗിക്കാനായി സരോവരം ഭാഗത്ത് ഇവർ ഒത്തുചേർന്നു. നിഖിലാണ് ബ്രൗൺ ഷുഗർ വിജിലിന് കുത്തിവെച്ചത്. അമിത അളവിൽ ലഹരി മരുന്ന് അകത്തു ചെന്നതോടെ വിജിൽ ബോധരഹിതനായി. പിന്നാലെ വിജിൽ മരിച്ചെന്നാണ് നിഖിൽ മൊഴി നൽകിയത്. ഭയന്നു പോയതോടെ മൃതദേഹം ആരും കാണാതെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയ ശേഷം ഇവർ രക്ഷപ്പെടുകയായിരുന്നു. മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികൾ അടുത്ത ദിവസം തുടങ്ങും. മീഡിയ 1 കോഴിക്കോട്.